ഡൽഹിയിലെ ബുറാറിയിൽ വെച്ച് ഒരു കുടുംബത്തിലെ 11 പേർ നിഗൂഢമായ രീതിയിൽ മരണപ്പെട്ടിരിക്കുന്നു. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസുകാർ സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. അവർ ഒടുവിൽ ആ സത്യം മനസ്സിലാക്കി. ആ കുടുംബത്തിലെ 12ാമനായിരുന്നു അവരുടെ മരണത്തിന് കാരണമെന്ന്. എന്നാൽ ആ കണ്ടുപിടുത്തത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അവരുടെ മരണത്തിന് കാരണമായ ആ 12ാമൻ 11 വർഷമായി മരിച്ചിട്ട്. ഇരുപത് വർഷമായി ഡൽഹി ബുറാറി എന്ന പ്രദേശത്ത് താമസിച്ചു വരികയായിരുന്നു ഭാട്ടിയ ഫാമിലി. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു അത്. അങ്ങനെ ഇരിക്കെ 2007-ൽ ആ കുടുംബത്തിന്റെ കാരണവരായ ഭോപ്പാൽ സിംഗ് മരണപ്പെടുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അവർക്ക് അതൊരു തകർച്ചയായി. 3 മക്കളായിരുന്നു ഭോപ്പാൽ സിംഗിനും ഭാര്യ നാരായണി ദേവിക്കും. അതിൽ ഇളയ മകനായിരുന്നു ലളിത് സിംഗ്. 2004-ൽ നടന്ന ഒരു തീപിടുത്തത്തിൽപ്പെട്ട് ലങ്സിൽ പുക കയറിയത് മൂലം ലളിത്തിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ എങ്ങനെയോ സംസാരശേഷി ഇല്ലാതിരുന്ന ലളിത്തിന് അയാളുടെ അച്ഛന്റെ മരണത്തിന് ശേഷം സംസാരശേഷി തിരിച്ചു കിട്ടി. എന്നാൽ സംസാരിച്ചു തുടങ്ങിയതിനു ശേഷം അയാൾ തന്റെ കുടുംബത്തിനോട് വളരെ വിചിത്രമായ കാര്യങ്ങൾ പറയുവാൻ ആരംഭിച്ചു. തന്റെ അച്ഛന്റെ ആത്മാവായി അയാൾ സ്ഥിരം സംസാരിക്കുന്നു എന്നും അച്ഛന്റെ ആത്മാവ് തന്റെ ശരീരത്തിൽ ഉണ്ടെന്നും എന്നുള്ള പിച്ചും പേയുമൊക്കെ ലളിത് കുടുംബക്കാരോട് പറയുമായിരുന്നു. ആദ്യമൊക്കെ കുടുംബക്കാർ അത് വലിയ കാര്യമായി എടുത്തില്ല. എന്നാൽ കുടുംബത്തിന്റെ പല പല പ്രശ്നങ്ങളും ലളിത് തീർക്കുകയും ഭോപ്പാൽ സിംഗ് സംസാരിക്കുന്ന രീതിയിലും പെരുമാറുന്ന രീതിയിലും ലളിത് പെരുമാറാൻ തുടങ്ങി. അങ്ങനെ പയ്യെ പയ്യെ ലളിത് പറയുന്നതെല്ലാം സത്യമാണെന്ന് കുടുംബം വിശ്വസിക്കുവാൻ തുടങ്ങി. അവർക്കുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം ലളിത് മാറ്റിക്കൊടുത്തു. ലളിത് പറയുന്ന തന്ത്രങ്ങൾ അനുസരിച്ച കുടുംബക്കാർക്ക് ഒരുപാട് സമ്പാദിക്കുവാൻ സാധിച്ചു. ഇതെല്ലാം തന്റെ അച്ഛനായ ഭോപ്പാൽ സിംഗ് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നാണ് ലളിത് കുടുംബത്തിനോട് പറഞ്ഞിരുന്നത്. ലളിത്തിന്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. കുടുംബത്തിലെ പല പ്രശ്നങ്ങളും തീർത്തത് ആ ഒരു ഡയറി ഉപയോഗിച്ചായിരുന്നു. ഭാവിയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഭോപ്പാൽ സിംഗ് പറയുന്നത് പ്രകാരം ലളിത് അതെല്ലാം ഡയറിയിൽ എഴുതി അതെല്ലാം നടപ്പാക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ബിസിനസ് സംരംഭം ലളിത് കാരണം ഒരുപാട് വളരുവാൻ ആരംഭിച്ചു. അങ്ങനെ ലളിത് പറയുന്ന കാര്യങ്ങൾ മുഴുവനായി കുടുംബക്കാർ വിശ്വസിച്ചു തുടങ്ങി. അങ്ങനെ വളരെ നന്നായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ. അങ്ങനെ നീണ്ട 11 വർഷത്തിന് ശേഷം വളരെ സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരുന്ന ആ കുടുംബത്തെ ഇരുട്ടിലാക്കാൻ ഒരു സംഭവം നടന്നു. നീണ്ട 11 വർഷത്തിന് ശേഷം ലളിത്തിന്റെ മൂത്ത സഹോദരിയുടെ മകളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ദിവസം ലളിത് ഒരു ആവശ്യം അവരെ അറിയിക്കുകയാണ്. തന്റെ പിതാവിന് ആത്മശാന്തി ലഭിക്കണമെങ്കിൽ അവരെല്ലാവരും കൂടി കല്യാണത്തിന് മുമ്പ് ഒരു പൂജ ചെയ്യണമെന്ന്. ആ പൂജ എന്തെന്നാൽ അവരുടെ വീട്ടിന്റെ സീലിംഗിൽ ആൽമരത്തിന്റെ വള്ളി പോലെ അവർ കയറിൽ കെട്ടി തൂങ്ങണമെന്നായിരുന്നു. അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് അവരെ എല്ലാവരും ഭോപ്പാൽ സിംഗിന്റെ ആത്മാവ് വന്ന് രക്ഷിക്കുമെന്നായിരുന്നു ലളിത് പറഞ്ഞിരുന്നത്. എന്നാൽ ആ വിശ്വാസം തികച്ചും അന്ധവിശ്വാസമായി മാറി. അങ്ങനെ ആ 11 പേരും മരണം വിളിച്ചു വരുത്തി. അവർ എല്ലാ പേരും ലളിത്തിന്റെ വാക്ക് വിശ്വസിച്ച് കയറിൽ കെട്ടിത്തൂങ്ങി. ലളിത്തിന്റെ ഡയറിയിൽ നിന്നുമായിരുന്നു ഇതെല്ലാം പോലീസിന് ലഭിച്ചത്. എന്നാൽ മറ്റൊരു ഡയറി പരിശോധിച്ചപ്പോഴാണ് മരണത്തിന്റെ യഥാർത്ഥ കാരണം ഭോപ്പാലിന്റെ ആത്മാവല്ല, ലളിത്തിന്റെ മാനസിക രോഗമായിരുന്നു അതിന്റെ പിന്നിലെന്ന് പോലീസിന് മനസ്സിലായത്. വർഷം 1988. ലളിത് കോളേജിൽ പഠിക്കുന്ന സമയം. ആ സമയം അയാൾക്കൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവുകയും തലയുടെ മർമ്മസ്ഥാനത്ത് ക്ഷതമേൽക്കുകയും ചെയ്തു. അങ്ങനെ ചികിത്സയ്ക്ക് ശേഷവും ലളിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം അയാൾ പോലും അറിയാതെ ഉറങ്ങിപ്പോവുമായിരുന്നു. അങ്ങനെ ആ പ്രശ്നം അയാളെ തള്ളിയിട്ടത് സൈക്കോസിസ് എന്നുള്ള ഒരു മഹാരോഗത്തിലേക്കാണ്. സൈക്കോസിസ് എന്നാൽ ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് സ്വപ്നമെന്ന് അറിയാൻ വഴിയില്ലാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ താൻ സ്വന്തം അച്ഛനോട് സംസാരിക്കുകയാണെന്നും അച്ഛൻ കൂടെ ഉണ്ടെന്നുമുള്ള സ്വപ്നം യാഥാർത്ഥ്യമായി കണ്ടു. അങ്ങനെ സ്വന്തം കുടുംബത്തെ അയാൾ പോലും അറിയാതെ അയാൾ തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടു. അങ്ങനെ 2018-ൽ അവർ 11 പേരും മരണപ്പെട്ടു.